ഹായ് ഫ്രണ്ട്സ്, കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒന്നുകൂടി സ്വാഗതം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL 2022-23 സന്തോഷ് ട്രോഫിയുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2022-23, 2021-22. അതുപോലെ ഇന്ത്യൻ നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയത് 2023 നടന്ന റിപ്പബ്ലിക് ഡേയുടെ A to Z പോയിന്റും ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിന്റെ സീരീസ് എന്ന് PSC ചോദിക്കാനുള്ള ആ ഹോട്ട് ടോപ്പിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി LGSൽ നമ്മൾ എക്സാം എടുത്തു. ഓക്കെ, ഇനി അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ എക്സാം വരികയാണ്. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന LD LGS ഒക്കെ എക്സാം വരികയാണ് അല്ലേ. അപ്പൊ അതിലേക്ക് എല്ലാത്തിനും യൂസ്ഫുൾ ആകുന്ന തരത്തിലാണ് ഓരോ പോയിന്റും, അതായത് A to Z പോയിന്റ് ആണ് ഓരോ ടോപ്പിക്കിലും ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അതുപോലെ SCRT സീരീസ് 5ാം ക്ലാസ്സിലെ സയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് വരെയുള്ള A to Z ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി നിങ്ങളുടെ കൈകളിൽ എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട്സ് എന്ത് ചെയ്യും, വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരും. കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ISLല് ഇന്ത്യൻ സൂപ്പർ ലീഗ് 2022-23 ജേതാക്കളായത് അല്ലെ ATK മോഹൻ ബഗാൻ. ആരാണ്? ATK മോഹൻ ബഗാൻ. വേദി ഗോവയാണ് അല്ലെ, വേദി ഗോവ. ഗോൾഡൻ ബൂട്ട്, ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ. ISLല് ഇന്ത്യൻ സൂപ്പർ ലീഗില് ഗോൾഡൻ ബൂട്ട്, ഗോൾഡൻ ഗ്ലോ. ആദ്യമൊക്കെ PSC പരീക്ഷയിൽ പറയുമ്പോൾ ജേതാക്കൾ ആരാന്ന് ചോദിക്കും, വേദി ആരാന്ന് ചോദിക്കും അല്ലേ. അങ്ങനെയൊക്കെയാണ് ചോദിക്കുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോഴത്തെ PSC എക്സാമിൽ എന്ത് ചെയ്യാറുണ്ട്, ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ഗ്ലോ ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. അപ്പൊ നമുക്കത് തീർച്ചയായിട്ടും പഠിക്കണം അല്ലെ. അപ്പൊ ജേതാക്കൾ ആരാണ്? ATK മോഹൻ ബഗാൻ, വേദി ഗോവ. ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ഇനി ഗോൾഡൻ ബൂട്ട്, ബൂട്ടാണ് ഡിയേഗോ മൗറീഷ്യോ ഒഡീഷ FC ആണ് കേട്ടോ. ആരാണ്? ഒഡീഷ FCയിലാണ്. ആര്? ഡിയേഗോ മൗറീഷ്യോ. ഗോൾഡൻ ബൂട്ട് ഡിയേഗോ മൗറീഷ്യോ. ഇനി ഗോൾഡൻ ഗ്ലൗവ് വിശാൽ കെയ്ത്ത്. ഗോൾഡൻ ഗ്ലൗവ് വിശാൽ കെയ്ത്ത്, അത് ATK മോഹൻ ബഗാനിലാണ്. ഇനി ഗോൾഡൻ ബോള് ലാലിമൻ സുവാല ചാങ്കെ. നല്ല പേരാണ് അല്ലേ, പെട്ടെന്ന് നമുക്ക് ഓർമ്മ നിൽക്കുന്ന പേരാണ് അല്ലെ. ലാലിമൻ സുവാല ചാങ്കെ. ഓക്കെ, എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും പഠിക്കട്ടെ. ഗോൾഡൻ ബോൾ, ലാലി, അങ്ങനെയെങ്കിലും പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ അറിയാലോ, ഇത്രയും വലിപ്പം ലാലിമൻ സുവാല ചാങ്കെ, ഇതൊക്കെ പഠിച്ചു വെക്കുമ്പോൾ നമുക്കൊരു കഷ്ണം. അപ്പൊ ലാലി എന്നെങ്കിലും എന്ത് ചെയ്യുക, ഗോൾഡൻ ബോൾ ലാലി. മുംബൈ FC ആണ്. എമർജിംഗ് പ്ലെയർ അവാർഡ് ശിവശക്തി നാരായണൻ, ബംഗളൂരു FC ആണ്. ഇനി ബെസ്റ്റ് പിച്ച് അവാർഡ് ആർക്കാണ്? കേരള ബ്ലാസ്റ്റേഴ്സ്. ക്വസ്റ്റ്യൻ വരെ നമ്മുടെ കേരളം ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഇന്ത്യൻ സൂപ്പർ ലീഗ് 2022-23 ബെസ്റ്റ് പിച്ച് അവാർഡ് ആർക്കാണ്? മുംബൈ FC, ATK മോഹൻ ബഗാൻ, ഒഡീഷ FC, കേരള ബ്ലാസ്റ്റേഴ്സ്. ഓപ്ഷൻ തരുന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ബെസ്റ്റ് പിച്ച് അവാർഡ്. അപ്പൊ ജേതാക്കൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് 2022-23 ജേതാക്കൾ ATK മോഹൻ ബഗാൻ, വേദി ഗോവ. ഗോൾഡൻ ബൂട്ട് ഡിയേഗോ മൗറീഷ്യോ, ഗോൾഡൻ ഗ്ലൗവ് വിശാൽ കെയ്ത്ത്, ഗോൾഡൻ ബോള് ലാലിമൻ സുവാല ചാങ്കെ, എമർജിംഗ് പ്ലെയർ അവാർഡ് ശിവശക്തി നാരായണൻ, ബെസ്റ്റ് പിച്ച് അവാർഡ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇതേപോലെ സ്പോർട്സ് എല്ലാ വിഷയം കറണ്ട് അഫയേഴ്സിന്റെ ഹോട്ട് ടോപ്പിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.